ഇതിൽ ഏതാ ചെയ്യുക? സ്റ്റാമിന, കോസ്റ്റ് ഓഫ് സ്പ്രിന്റിങ്. ഇതിലിപ്പോ ഏതാ ചെയ്യാ? ആദ്യത്തെ ചെയ്താൽ സ്റ്റാമിന സ്പെൽ പോയിന്റ് വെച്ച് സ്പെല്ലും അപ്ഗ്രേഡ് ആക്കാൻ പറ്റും. ഓക്കെ, ഇതില് ഹലോ കാസ്റ്റോ കേക്കോ? കേക്കാം. എടാ അത് നിനക്ക് കിട്ടുന്ന ഇതില്ലേ സ്പാർക്ക്, ആ ഈ സ്പാർക്ക് ഓരോന്നും എന്താ നിനക്ക് ഓരോ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ ഫൗണ്ടേഷൻ എന്ന് പറയണത് നിന്റെ ഈ ഏജന്റിന്റെ നീ ഇപ്പൊ കളിക്കുന്ന ഓരോന്നിന്റെ ഇതാണ് സ്റ്റാമിന, ഈ മാർഷ്യൽ ആർട്സ്, സർവൈവൽ, നീ കളിക്കുന്ന ക്യാരക്ടറിന്റെ അതിന്റെ മാർഷ്യൽ ആർട്സ്, സ്റ്റാമിന, സർവൈവൽ. അതിന്റെ മുകളിൽ സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഏറ്റവും മുകളിൽ. അതാണ് നീ ഉപയോഗിക്കുന്ന, നീ അടിക്കാൻ ഉപയോഗിക്കുന്ന ഇത്. ഇപ്പൊ നീ സ്മാഷ് ചാൻസ് യൂസ് ചെയ്യുന്നത്, അത് കണ്ട ആ സ്മാഷ് ചാൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ പ്രിവ്യൂ കാണിക്കും അത് എങ്ങനെ അടിക്കുന്നത് നോക്ക്, കണ്ട. അതുപോലെ ഓരോന്നിനും ഉണ്ട്. പില്ലറെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പില്ലറെ വെച്ച് എന്നാൽ പില്ലർ എങ്ങനെയാണെന്ന് കാണി. അങ്ങനെ ഓരോ സ്റ്റാൻസ് ഉണ്ട്. ഇതെല്ലാം ജനറേറ്റ് ചെയ്യാൻ ഇത് വേണം. അതായത് നമുക്ക് ഓരോ ഈ സ്പാർക്സ് വേണം. അതിൽ അതിന്റെ ഏറ്റവും മുകളിൽ മിസ്റ്റിക്സും അതടിച്ച ഏറ്റവും മുകളിൽ ഇതാണ് നിനക്ക് ഇപ്പൊ കിട്ടിയ സ്പെൽ ഇമ്മൊബിലൈസ് എന്ന് പറയുന്നത്. ഈ സ്പെല്ല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫ്രീസ് ചെയ്യുന്ന സ്പെല്ല. ഇത് നിനക്ക് ആദ്യം ഇപ്പൊ ഇനിഷ്യൽ ബോസുകളൊക്കെ അടിക്കാൻ വേണ്ടിട്ട് ഇത് വലുതായിട്ട് അപ്പ് ചെയ്യണമെന്നില്ല. നീ ആദ്യം ഇപ്പം നീ ഫോക്കസ് ചെയ്യേണ്ടത് ഫൗണ്ടേഷനിലാണ്. ഫൗണ്ടേഷനിൽ സ്റ്റാമിന, ആദ്യം സ്റ്റാമിന ഒരെണ്ണം കൂട്ട്, ഒരു സ്റ്റാമിന കൂട്ട്, ഒരു സ്റ്റാമിന ഏറ്റവും ലെഫ്റ്റിലത്തെ അതെ വേക്കൻ ചെയ്യും. ഞെക്കി പിടിക്ക്. ഇനി ഒരു സർവൈവലും കൂടെ കൂട്ട്, ഒരു സർവൈവൽ കൂട്ട്. സർവൈവൽ ഇല്ലാത്ത ചെയ്യേണ്ടതല്ലോ ഹാർട്ടിന്റെ അത് ഓക്കെ. ഇനി നിനക്ക് മുന്നോട്ട് പോകുന്നതോറും സ്പാർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ നിനക്ക് ഇതിനകത്ത് വായിച്ചു നോക്കാം. ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോ എന്താണ് കൂട്ടേണ്ടത് കുറയ്ക്കേണ്ടതെന്ന് നിനക്ക് ഇങ്ങനെ ഇതാക്കി നോക്കാം. അപ്പൊ കുറച്ച് അങ്ങോട്ട് പോകുമ്പോ ഇനി ഓരോ ബോസിനെ ഫൈറ്റ് എടുക്കുന്നതോറും, ഓരോ ബോസിനും നല്ല നിനക്ക് ഗെയിമിൽ എക്സ്പീരിയൻസ് കൂടുന്തോറും എന്താ ഇത് സ്പാർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതെല്ലാം അപ്ഗ്രേഡ് ചെയ്യണം. നിനക്ക് ഓരോന്ന് അപ്ഗ്രേഡ് ചെയ്ത് പോകണം. നിനക്ക് ഓരോരുത്തരെ ഫൈറ്റ് എടുക്കുന്നതിനനുസരിച്ച് ഈ സ്പാർക്ക് നിനക്ക് ഇഷ്ടമുള്ള സമയത്ത് 6 ഞെക്കിയ റൈറ്റ് ബട്ടൺ ഞെക്കി ഇത് തിരിച്ചെടുക്കാം. അപ്പൊ നിനക്ക് ഓരോ ബോസിനെ ഫൈറ്റ് ചെയ്യുമ്പോൾ നിനക്ക് ഇപ്പൊ സ്റ്റാമിന വേണ്ടത് സ്റ്റാമിന കൂട്ടുക, മനയാ വേണ്ടത് മന കൂട്ടുക, അങ്ങനെ ഓരോന്നും കൂട്ടാൻ പറ്റും. ഞാൻ തീർത്തപ്പോ 106. ഞാൻ ചാപ്റ്റർ 2 ഇരിക്കുവോ മറ്റേ കുംഫു പാന്റ് മറ്റേ ടൈഗറില്ലേ, അത് ഞാൻ ഫസ്റ്റ് ട്രയൽ തീർത്തത്. ഓരോരുത്തർക്കും ഓരോ ബോസാണ് പാട്. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഇന്ന ആൾക്ക്. ചിലപ്പോ ഇപ്പൊ കാസ്ട്രോയ്ക്ക് നമുക്കൊക്കെ പാടുണ്ടായിരുന്നത് കാസ്ട്രോയ്ക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. ഇതില് നാവിഗേഷൻ ഒന്നും ഇല്ല പോണ്ടെന്നുള്ളത്. ഇല്ല നീ പോ ഫ്രണ്ടിലോട്ട് പോ. ഇങ്ങോട്ടല്ല ലെഫ്റ്റ് കയറി പോ, മേളത്ത് ബാക്കിലോട്ട് മാക്സിമം കാസ്ട്രോ. നിനക്ക് ഇപ്പൊ ഇവനെ കൊന്നു നീ ബാക്കിലോട്ട് നോക്കിയ ലെഫ്റ്റ് കണ്ട ബാക്ക് നിന്റെ തൊട്ട് ബാക്ക്. ഇപ്പൊ നീ പോയിസൺ സ്റ്റേറ്റില്ല, നിനക്ക് പോയിസൺ അടിച്ച്. അതുകൊണ്ടാണ് നീ ഇപ്പൊ ഇങ്ങനെ നിന്റെ ഇതായിട്ട് ബാക്കിലോട്ട് വന്നേ. അവിടെ ഒരു പിക്ക് ചെയ്യാൻ കണ്ടോ, വെള്ളത്തിനകത്ത് ഒരു താമര പോലെ ഒരു സാധനം നിൽക്കുന്നത്, വെള്ളത്തിനകത്ത്. ഇതെല്ലാം പറിക്കണം. മാക്സിമം എന്തൊക്കെ എടുക്കാൻ പറ്റുമോ ഇതെല്ലാം എടുക്കണം. നിനക്ക് എല്ലാം ആവശ്യം വരും. നമ്മൾ എന്ത് ചെറിയ സാധനമായിരിക്കും മിസ് ഔട്ട് ചെയ്യണം. നമ്മൾ ഇത് വെച്ചിട്ടാണ് ബാക്കിലോട്ട് ഇതുവഴി കയറാൻ പറ്റത്തില്ല. നീ ഇങ്ങനെ റോൾ ഓവർ ആവുന്ന സ്ഥലങ്ങളിലൊന്നും നിനക്ക് കയറാൻ പറ്റത്തില്ല എന്നാണ് അർത്ഥം. ഇവന്മാരെ കൊല്ലുന്നത് നല്ലതാ. ഇപ്പൊ കണ്ടോ, ഇവനെ കൊല്ലുമ്പം നിനക്ക് വില്ല് 28 എന്ന് പറഞ്ഞ് കിട്ടിയത് കണ്ടോ. ഈ വില്ലെന്ന് പറഞ്ഞാല് നിനക്ക് എന്ത് അപ്ഗ്രേഡ് ചെയ്യാനും വില്ല് വേണം. അവിടുന്ന് നീ വന്നേ. നിനക്ക് ലൈഫില്ല, നീ പോയിസൺ സ്റ്റേറ്റില്ല. നിനക്ക് അങ്ങനല്ലടാ, ലെഫ്റ്റ് പോയില്ല. ഇല്ല ഹെൽത്ത് കഴിഞ്ഞു. നിന്റെ ലെഫ്റ്റിലത്തെ ജഗ് പോലത്തെ ഒരു സാധനം കണ്ടോ. ഞാൻ ബേസിക് കാര്യങ്ങൾ മാത്രം പറഞ്ഞുതരാം, നീ അത് കഴിഞ്ഞിട്ട് കളിച്ചോ. അതായത് നീ ഇപ്പൊ ചാവും. എന്താ ചത്തോട്ടെ, കുഴപ്പമില്ല. നമുക്ക് അടുത്തടുത്തൊന്നും തുടങ്ങാം. ഇത് ചത്തോട്ടെ, അത് പോയിസൺ ആയി. നിന്റെ മെഡിസിൻസും ഇല്ല. അപ്പൊ പോയിസൺ സ്റ്റേറ്റ് മാറി. ഇനി നീ 1 HP ആയിരിക്കും. ഫ്രണ്ടിലോട്ട് പോയി നോക്ക്. ഞാൻ ബേസിക് കാര്യങ്ങൾ മാത്രം പറഞ്ഞുതരാം. ലെഫ്റ്റിലത്തെ ആ ജാറ് ആണ് നിന്റെ ഹെൽത്ത്. ലെഫ്റ്റിലുള്ളോ? അതായത് ആ കുടം പോലത്തെ സാധനമാണ്. ആ കുപ്പി പോലെ ഇരിക്കുന്നതിനകത്ത് നിനക്ക് ഹീൽ ഉള്ളത്. അതായത് എത്ര ഹീൽ ഉണ്ടാവോ അതിനനുസരിച്ച് അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അത് നമ്മൾ കുപ്പിന്ന് കുടിക്കുമ്പോൾ കുപ്പിയിലെ അളവ് കുറയുന്ന പോലെ. ഇപ്പൊ ക്യാഷ് നീ ഉണ്ട്, ഇപ്പൊ ഇങ്ങനെ തങ്ങി നിൽക്കുന്നില്ല. ഇങ്ങനത്തെ സ്ഥലങ്ങളോട് പോകാൻ പറ്റത്തില്ല. നിനക്ക് സ്ട്രൈറ്റ് ആ പോകണ്ടേ. നേരെ വിട്ടോ.
ഇതിൽ ചാടുന്നില്ലല്ലേ? റോൾ ആൾക്കുള്ള അല്ല ഇതൊക്കെ നീ മിസ് ചെയ്ത് റൈറ്റിലൊക്കെ മിസ് ചെയ്ത് റൈറ്റിലൊരു സാധനം പറിക്കണ്ടായിരുന്നു തോണ്ടി ഇപ്പുറത്ത് കണ്ടാ ഈ ഡോട്ടുള്ള മൊത്തം എടുക്കണല്ലേ? മൊത്തം എടുക്കണം മൊത്തം. അപ്പൊ നിനക്ക് അവിടെ കാണിക്കും എന്തൊക്കെയാ കിട്ടണേന്ന്. അപ്പൊ അതെല്ലാം മാക്സിമം പിക്ക് ചെയ്ത് മുമ്പോട്ട് പോവാ. ഫ്രണ്ടോട്ട് വെക്കോ. ശരിക്കും പറഞ്ഞാൽ ഇനിഷ്യലി നീ ഈ തീ നോക്കിയാൽ മതി. ഈ തീ ഉള്ള സ്ഥലങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് പോയാൽ മതി. അതാണ് ബേസിക്കലി ആദ്യമേ ഉള്ള കാര്യങ്ങൾ. ആൻഡ് എല്ലാ സൈഡും ലെഫ്റ്റ് റൈറ്റും നോക്കണം. ഹീലല്ലോ ഇവനൊക്കെ ഇതാണ് അമ്മ രണ്ടടിക്ക് തീരും. ഇപ്പൊ നീ വില്ല് കണ്ട ടൈനി പീസ് ഓഫ് ഗോൾഡ് കിട്ടി, ആൻ കിട്ടി. ഇതെല്ലാം നിനക്ക് ഓരോന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടുന്നതാണ്. റൈറ്റ് സൈഡിൽ പോയി മെഡിറ്റേറ്റ് പോ. റൈറ്റ് സൈഡ് അവിടെ പോയി മെഡിറ്റേറ്റ് ചെയ്യുക. അപ്പം വൺസ് നീ മെഡിറ്റേറ്റ് ചെയ്യോ അല്ലെങ്കിൽ ഒരു ചെക്ക് പോയിന്റ് എത്തുകയോ ചെയ്താല് റെസ്റ്റ് ചെയ്യുകയോ ചെയ്താലും നിന്റെ എല്ലാം റീസെറ്റ് ആവും. പിന്നെ ക്യാഷ് ഒരു ഫൈറ്റ് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് സാധനങ്ങൾ കയറത്തില്ല. അപ്പൊ റെസ്റ്റ് ചെയ്യണം. അത് ഫുൾ റീസെറ്റ് ആവും. ഇതാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഈ പറയണത് പോലെ എന്താ പറയാ നിന്റെ എല്ലാം റീസെറ്റ് ആവും. നിന്റെ ഉള്ള എബിലിറ്റീസ്, ഹെൽത്ത് എല്ലാം റീസെറ്റ് ആവും. പാമ്പോലത്തെ സാധനമില്ല ചാപ്റ്റർ അത് ഓരോരുത്തർക്കും ഓരോന്നാളാ. ഞാൻ കരടീനെ ഫസ്റ്റ് ട്രൈ പക്ഷെ അതിനകത്ത് നിനക്ക് സ്പാർക്ക് കിട്ടിയ നീ ഒരു സ്റ്റാമിന കൂട്ടിക്കോ. ഒരു സ്റ്റാമിന ഏറ്റവും ലെഫ്റ്റ്. ഇത് നല്ലതാണ്. അത് നീ ഇപ്പൊ ചെയ്തത് നല്ലതാണ്. ഡോഡ്ജിങ് ഈച്ച് മോഡറേറ്റ്ലി റെഡ്യൂസസ് സ്റ്റാമിന കോസ്റ്റ് ഓഫ് ഡോഡ്ജിങ്. അത് നമുക്ക് വേണം. അതായത് ഡോഡ്ജ് ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്റ്റാമിന കുറയുന്നത്. അപ്പൊ അത് കുറച്ചൊക്കെ നല്ലതാണ്. കുഴപ്പമില്ല. അത് അപ്ഡേറ്റ് ചെയ്തോ. കുഴപ്പമില്ല. ഈ പെട്ടികളൊക്കെ പൊട്ടിച്ചോ. ഇത് പൊട്ടിക്കുമ്പോഴൊക്കെ നിനക്ക് വില്ല് കിട്ടും. ഇതൊക്കെ പൊട്ടിച്ചോ. പൊക്കോ. ഇനി പൊക്കോ. നിന്ന് ലെഫ്റ്റ് പൊക്കോ. തീ കാണുന്ന സീലോടെ പോണ്ടല്ലേ തുടക്കത്തില്. ഈ ഇങ്ങനെ സ്പാർക്കിൾസ് കാണിക്കുന്നതിന് അർത്ഥം നിന്റെ തൊട്ടടുത്തൊരു ചെക്ക് പോയിന്റ് ഉണ്ടെന്നാണ്. ഷ്രൈൻ ഉണ്ടെന്നാണ് നിന്റെ ഇതിനർത്ഥം. അവിടെ പോയി കഴിഞ്ഞാൽ നിനക്ക് റെസ്റ്റ് അടിക്കാം. ഇതാണ് നിന്റെ ഫസ്റ്റ് ഷ്രൈൻ. ആദ്യത്തെ ഷ്രൈൻ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇനി അങ്ങോട്ട് ചിരിയൊക്കെ മാറും. അവന്റെ അവന്റെ മുടിയാണ് ആക്ച്വലി. അവന്റെ മുടിയാണ് എടുക്കുന്നത്. റെസ്റ്റ് കൊടുത്തോ. നീ ഇപ്പൊ മെഡിറ്റേറ്റ് ചെയ്തോണ്ട് റെസ്റ്റ് കൊടുത്തോ. 4 മണിക്കൂർ ഇരുന്ന് ഞാൻ അതങ്ങനെയാണ്. അത് ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ പറഞ്ഞുതരാം കാസ്ട്രോ. ഇതിനകത്ത് സെൽഫ് അഡ്വാൻസിലാണ്. നീ സെൽഫ് അഡ്വാൻസ് ക്ലിക്ക് ചെയ്തേ. ഇതിനകത്താണ് നിനക്ക് സെറ്റ് സ്പെല്ല്. നിനക്ക് ഇപ്പൊ ഒരു സ്പെല്ലേ ഉള്ളൂ. നിനക്ക് പോകുന്ന വഴി ഇഷ്ടംപോലെ സ്പെല്ല് കിട്ടും. അപ്പൊ വേറെ സ്പെല്ല് കിട്ടുമ്പോൾ നിനക്ക് വേറെ സ്പെല്ല് മാറ്റിയിടണമെങ്കിൽ സെറ്റ് സ്പെല്ല്. ഈ റീഇഗ്നൈറ്റ് ദ സ്പാർക്കിനകത്താണ് നിന്റെ സ്പാർക്സ് എല്ലാം അപ്ഗ്രേഡ് ചെയ്യുന്നത്. അടുത്ത സ്റ്റോർ എടുത്തേ. ഇല്ല ബാക്ക് സ്റ്റോർ. ഇതിനകത്ത് ബൈ സെല്ല്. ഇതില് ബൈയില് നിനക്ക് ബൈന്ന് കൊടുത്ത് ഇതിലെല്ലാ സാധനങ്ങൾക്കും ഈ വില്ല് കുറെ സാധനങ്ങളൊക്കെ വേണം. ഇതിനകത്ത് ഇപ്പം ഇത് കണ്ടോ ആദ്യത്തത് ഓരോന്നും നീ വായിച്ചു നോക്കിയാൽ നിനക്ക് മനസ്സിലാവും. ഈ ആദ്യത്തെ മെഡിസിൻ എന്ന് പറഞ്ഞാൽ എവിൽ റിപ്പല്ലന്റിങ് മെഡിസിൻ. ഇത് ഡാമേജ് റെഡ്യൂസ് ചെയ്യുന്ന മെഡിസിൻ. ഇതൊന്നും ഇപ്പൊ വേണ്ട. ഇതിപ്പോ നിന്റെ ഉണ്ട് ആക്ച്വലി. ഇതൊക്കെ അതിന്റെ രണ്ടാമത്തെ ബോഡി കൂളിംഗ് പൗഡർ ആണ്. തീ കത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ ദേഹത്തെ തീ പോകും. ഏറ്റവും മുകളിലത്തെ രണ്ടാമത്തെ ബോഡി കൂളിംഗ്. ഇത് നിനക്ക് 3 സെലക്ട് ചെയ്ത് ഇനി എസ്കേപ്പ് ഫുൾ. ഇനി ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് ജസ്റ്റ് ചുമ്മാ ഒന്ന് നടന്നേ. അല്ലെ എന്തെങ്കിലും ആക്ഷൻ വല്ലതും കാണിച്ചു എല്ലാം ഒന്ന് അടിക്കുമല്ലോ ചെയ്തേ. അല്ലല്ലേ ഓക്കെ. ഇതാണ് സ്റ്റോറി. എൻജോയ് ചെയ്തേ. Let me transform you into a golden cicada so you may follow the fires ahead and scout this mountain unnoticed. Fly! It might be humble, but my shrine is very versatile. You'll get it soon. ആദ്യം ലെഫ്റ്റത്തെ പോസ്റ്റ് കൊന്നിട്ട് ചാൻസ് എടുത്ത് വന്നിരുന്നുണ്ട്. അല്ല ഇനി നിനക്ക് ഈ ഒരു ഒറ്റ സിംഗിൾ ടൈം മാത്രമേ ഇങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ. ഇത് ജസ്റ്റ് ഹിഡൻ ആയിട്ട് പോയി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് അവര് തന്നേക്കാണ്. അവിടുന്ന് ഫസ്റ്റ് ലെഫ്റ്റ് എടുത്തോ. കാണത്തില്ല. പക്ഷെ ഇങ്ങനെ പോകാൻ നിനക്ക് പറ്റത്തില്ല. ഒരു വട്ടേ പറ്റുള്ളൂ. ഇത് എത്ര എങ്ങനെ പോകാൻ
അത് എനിക്ക് തോന്നുന്നു നീ 4 ഞെക്കിയാ തിരിച്ച് ട്രാൻസ്ഫോം ആവും അത്. ഓ ഇതൊന്നും കാട്ടില്ലല്ലേ? എടുക്കാൻ പറ്റും, അതല്ല എടുക്കണം. എന്താ നീ ജസ്റ്റ് ഇവിടെ ഇറങ്ങി ഇവനെയും കൊല്ല്. 4 ഞെക്കി ട്രാൻസ്ഫോം ആയി ഇവനെയും കൊല്ല്. അത് കുറച്ച് മൗസിന്റെ സെന്റർ ബട്ടൺ ആണ് എനിമിയെ ലോക്ക് ചെയ്യുന്നത്. ഈ ഹോൾഡിന്റെ സാധനം എങ്ങനെയാ മറ്റേ? ഇത് ഞാൻ പറഞ്ഞുതരാം. നിക്ക് അവനെ കൊല്ല്, നീ കൊന്നിട്ട് ഹീലടിക്കണം. ഓക്കെ, അവിടുന്ന് കുറച്ച് മാറിയെന്നോ. അപ്പൊ ആ സൈഡ് അവിടെ ആ പെട്ടി തുറക്ക. കാശോരി അവിടെ പറഞ്ഞുതരാം. നീ നോക്കിയ നിന്റെ ഏറ്റവും മുകളിലത്തെ വലിയ ബാറാണ് ഹെൽത്ത്. രണ്ടാമത്തത് മന എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറയണ നമ്മുടെ സാധനങ്ങളൊക്കെ ഈ സ്പെല്ല് ഇതൊക്കെ എടുക്കാൻ വേണ്ടി മന വേണം. മൂന്നാമത്താണ് നിന്റെ സ്റ്റാമിന. നീ ഇപ്പൊ പറഞ്ഞ ആ അടിയില്ലേ, നീ ഇപ്പൊ റൈറ്റ് ബട്ടൺ ഞെക്കി പിടിച്ചേ. അവിടെ നിൽക്കില്ല, അവിടെ നിനക്ക് അമ്പ അവിടെ തന്നെ നിന്നോ. ഇവിടെ തന്നെ റൈറ്റ് ബട്ടൺ ഞെക്കി പിടിച്ചേ. ഇത് ഇപ്പൊ ചാർജ് ആയി. നിന്റെ സൈഡിലത്തെ ഒരു ഡോട്ട് ഫിൽ ആയതുണ്ടോ? ഇനി വിട്ടാല് ഹെവി അറ്റാക്ക് അടിക്കും. ജസ്റ്റ് വിട്ട് നോക്കിയേ, കണ്ടോ? ഇത് നിനക്ക് എനിമി ലൈറ്റ് അറ്റാക്ക് കൊടുക്കുമ്പോ ഇത് ഓട്ടോമാറ്റിക് ബോൾ ചാർജ് ആവും. ആവുന്നതിന്റെ അർത്ഥം നിനക്ക് ഇങ്ങനെ ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. ലൈറ്റ് അറ്റാക്ക് കൊടുക്കുമ്പോ ആ ബോൾ ചാർജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വട്ടം റൈറ്റ് ബട്ടൺ ഞെക്കിയാൽ ഓട്ടോമാറ്റിക് അടിക്കും. പിന്നെ വി ഞെക്കിയ വാസുവിന്റെ വി അത് ഞെക്കിപ്പിടി. അതിങ്ങനെ ഞെക്കിപ്പിടി. ഇല്ല ഉണ്ടറാ അത് ബേസിക് സ്കില്ലാണത്. അതാ ഇപ്പൊ നീ ഫ്രണ്ടിലോട്ട് പോകുമ്പോ അവൻ നിന്നെ അമ്പ ഈ സാധനം ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്ക്. അല്ല ഇങ്ങോട്ടല്ല, നീ വന്ന വഴി ലെഫ്റ്റ് പോയിട്ട് അവൻ അമ്പ ചെയ്യുന്ന സമയത്ത് ഒന്ന് ഞെക്കി നോക്ക്. കണ്ടോ? ഓക്കെ, പോയി അടിച്ചോ. അവനെ പേടിച്ചു. അല്ലല്ല, നോർമൽ അടി അടിച്ചോ. അവനെ പോയി അടിച്ചോ. ഇനി അടിച്ചോ. ബാർ ഫുള്ളായല്ലേ? അപ്പൊ മറ്റേ ബാർ ഫുള്ളായി. ഇനി നേരെ ലെഫ്റ്റ്. തീ ഫോളോ ചെയ്ത് പോടാ. തീ ഒന്ന് ഫോളോ ചെയ്ത് പോയാൽ മതി. പക്ഷെ നീ ഇവിടെ ഇത്ര നിന്റെ ഹീൽ ഒന്നും കളയണ്ടായിരുന്നു. എൻജോയ് ബ്രോ. വെൽക്കം ടു ബ്ലാക്ക് മീത്ത് വെൽക്കം. ലോക്ക് ചെയ്ത് കളിക്കണം. Why don't you lay down your weapon and join me in ഹീൽ എങ്ങനെ കൂട്ടുക? ആ ജാറ് what say you? റെസ്റ്റ് എടുക്കണം. കുഴപ്പമില്ല, ഈ വട്ടം എന്തായാലും നീ ട്രൈ. ഇമ്മൊബിലൈസ് ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്യാം. ഹെൽത്ത് ഇല്ലല്ലോ. ഇത് ഇമ്മൊബിലൈസ് അൺലിമിറ്റഡ് ആണോ? ഓട്ടോമാറ്റിക്കായിട്ട് കയറുമോ? അതാ മന വേണം. മന കുറയുന്നവരെ കൂടിക്കൊണ്ടിരിക്കും. തീ കത്തിയാൽ 3 വട്ടം റോൾ ചെയ്യണം. 3 വട്ടം റോൾ ചെയ്താൽ പോകും. കുഴപ്പമില്ല. നല്ല ട്രൈ. റീഗെയിൻ ആവോ നമ്മൾ ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ? ഒരു തവണ യൂസ് കാസ്ട്രോ ഞാൻ പറഞ്ഞുതരാം. ഈ മനയെന്ന് പറയുന്ന സാധനം വെച്ചിട്ടാണ് നമ്മള് ഇത് റീഗെയിൻ ചെയ്യുന്നത്. ഈ ഇമ്മൊബിലൈസ് സ്പെൽസും എല്ലാം റീഗെയിൻ ചെയ്യുന്നത് മന വെച്ചിട്ടാ. ഈ മന കുറയ്ക്കരുത്. മന കുറയാന്ന് പറഞ്ഞാല് എന്താ ബ്ലൂ ആ ബാർ കുറയുന്നതിനനുസരിച്ചാണ്. ഇപ്പൊ നീ ഇപ്പൊ ഓൾറെഡി റെസ്റ്റ് ആയി റീസ്പോൺ ആയപ്പോ. ഇവന്മാരെ വേണേ നിനക്ക് അടിക്കാം. ഇവന്മാരെ വേണേ അടിച്ചു പഠിച്ചോ. അടിച്ചിട്ട് ജസ്റ്റ് ഡോഡ്ജ് ആണ് ഈ ഗെയിമിന്റെ. ഡോഡ്ജ് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അറ്റാക്ക് ചെയ്യാൻ നമുക്ക് സമയം കിട്ടും. ഇവനെ അടിച്ചോ. എന്താ വില്ല് കൂടുന്നുണ്ട് കണ്ടോ? 36. നമുക്ക് ഈ വില്ല് വേണം. ലെഫ്റ്റ് പോ. ഇതൊക്കെ ചെയ്തിട്ട് കുറച്ചു നേരം അവര് നിൽക്കുന്ന സമയമുണ്ട്. അപ്പൊ സ്ട്രൈക്ക് ചെയ്യണം. അവന്മാർ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡോഡ്ജ് ചെയ്യാൻ ഫോക്കസ് ചെയ്താൽ മതി. അത് അവൻ ആദ്യമേ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. അതാ ബാക്കിൽ ഗ്യാദർ ഉണ്ട്. അതൊക്കെ പറിച്ചോ. അതൊക്കെ ചുമ്മാ പറിച്ചു വെച്ചോ. എല്ലാ ആവശ്യം വരും. നമുക്ക് എല്ലാ ആവശ്യമുണ്ട്. ഈ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വിൽക്കുകയും ചെയ്യാം. നീ അൺസവൻ നിർത്തുമ്പോ അങ്ങോട്ട് പൊക്കോ. ഇനി ഇപ്പൊ നിർത്തുവാൻ പൊക്കോ. ഇനി പോയാൽ അടിച്ചോനെ. ഇനി അവനെ പോയാൽ അടിച്ചോ. അത്ര എല്ലാ എനിമീസും ഇതേപോലെ കൂൾ ഡൗൺ ഉണ്ട്. ഫൈറ്റ് എടുത്തിട്ട് ആ സമയത്ത് പോയി അടിക്കാൻ. ബാക്കില് അതൊക്കെ ഗ്യാദർ ചെയ്തു. അതെല്ലാം നമുക്ക് എല്ലാ സാധനങ്ങളും ആവശ്യമുണ്ട്.
മാക്സിമം എന്തൊക്കെ പറിക്കാൻ പറ്റുമോ അതെല്ലാം പറിച്ചിട്ട് പോകണതാണ് നല്ലത്. ഫസ്റ്റ് ഡോട്ട് ചെയ്യുക, അവന്റെ അറ്റാക്ക് കഴിഞ്ഞത് ഡോട്ട് ചെയ്യാം. ലോക്ക് ആയിട്ടില്ല. ഇമ്മൊബിലൈസ് അടിച്ചോണ്ടിരുന്നു. വൺസ് അവർ അറ്റാക്ക് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നീ ഒന്നും ചെയ്യാം. പിന്നെ ഡോട്ട് ചെയ്യണല്ലേ? പിന്നെ ഡോഡ്ജ് മോഡാണ്, ഡോഡ്ജ് മോഡ്. ഇല്ല അവരുടെ അറ്റാക്കിംഗ് മോഡ് ഉണ്ട്. അത് കഴിയുന്നവരെ നീ ഡോഡ്ജ് മാത്രം ഫോക്കസ് ചെയ്യാം. മൂന്നാമത് പ്രാവശ്യം എടുക്കും, അപ്പത്തേക്കും ഇത് മനസ്സിലാവും. അത് നമ്മൾ എത്ര പറഞ്ഞു തന്നാലും, അതെ എല്ലാ ബോസിലും എത്ര പറഞ്ഞു തന്നാലും ഇത് വേറൊരാൾ പറഞ്ഞു തരുന്നതിനേക്കാളും നല്ലത് കാസ്റ്റർ എക്സ്പീരിയൻസ് ചെയ്യണം. മനസ്സിലാക്കണം. അത് കറക്റ്റ് ഓരോ പാറ്റേൺസ് ഉണ്ട്, ഓരോ അറ്റാക്കിനും ഓരോ പാറ്റേൺ ആണ്. ചില അറ്റാക്ക് 3 അറ്റാക്ക് ചെയ്തിട്ട് അവർ നിൽക്കത്തുള്ളൂ, ചിലത് 1 ചെയ്ത് നിൽക്കും. ഓരോ പ്രാവശ്യം കൊല്ലണല്ലേ? അപ്പൊ ഓരോ പ്രാവശ്യം നമുക്ക് വേറെ വില്ല കിട്ടുക. ഇവന്മാരെ കൊല്ലം വേണമെന്നില്ല, നിനക്ക് വേണം ഇനിഷ്യൽ ഫൈറ്റ് കൂട്ടാ. കൊല്ലുന്നതിനനുസരിച്ച് നിന്റെ ലെവല് കൂടിക്കൊണ്ടേ ഇരിക്കും ഇങ്ങനെ. പേടിക്കണ്ട ആസ്ട്രോ, ഇവനെ ഞാൻ കൊന്നത് 5ാമത്തെ 6ാമത്തെ ട്രയലാണ്. പക്ഷെ അടുത്ത ബോസിനെ ഞാൻ കൊന്നത് 5 മണിക്കൂർ കൊണ്ടാണ്. 5 മണിക്കൂർ. പക്ഷെ അവനെ അടിച്ചാൻ പഠിച്ച് മാക്സിമം ഡോഡ്ജ് അല്ലേ? അതെ നീ ഇങ്ങനെ നിക്കണമെന്നില്ല, നീ അങ്ങ് പോയാൽ അവന് ഈസിയായിട്ട് അടിക്കാൻ, ചുമ്മാ അടിക്കാം. അവന്റെ ക്ലോസിലേക്ക് പോയാൽ അടിച്ചാൽ ഹമ്പെല്ലാം വരില്ലേ? എനിക്ക് അറിയത്തില്ല, ഞാൻ മറ്റേ സ്കിൽ അപ്ഗ്രേഡ് ചെയ്തതിനു ശേഷം കിട്ടിയെന്ന് പറഞ്ഞ ഞാനിരുന്നത്. അല്ല അത് നമ്മുടെ ബേസിക്. ഞാൻ വിചാരിച്ചോണ്ടെന്ന് സ്കിൽ അപ്ഗ്രേഡ് ചെയ്തതിനു ശേഷം കിട്ടിയെന്ന്. ഞാൻ ഈ സ്ഥലത്തൊന്നും ഉപയോഗിക്കുന്നില്ല. നീ നൈസ് ഡോഡ്ജ്. ഇതാണ് പെർഫെക്റ്റ് ഡോഡ്ജ് എന്ന് പറയുന്നത്, ഇങ്ങനെ കാണിക്കുന്നത്. ഇമ്മൊബിലൈസ് ഉണ്ട്. നൈസ്. അവന്റെ മൂവ്മെന്റ്സ് നീ കഴിയട്ടെ. അതൊരു ഡോഡ്ജ്. ഹെവി അറ്റാക്ക് ഇല്ല കാസ്റ്റർ, അങ്ങനെ അടിക്കാൻ പറ്റത്തില്ല അവന്. നിൽക്കൂല, ചാവുന്നവരെ ഉണ്ടാവും. ഡോഡ്ജ് മാത്രമാണ് അനങ്ങാതെ നിൽക്കുമ്പോ നമുക്ക് അവന്മാരെ ഇമ്മോബിലൈസ് ചെയ്തിട്ട് രണ്ടടി കൊടുക്കുക. ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് കളിച്ചാൽ ഓരോ മൈൻഡ് ചെയ്യാണ്ട് പോയതല്ലേ? മൈൻഡ് ചെയ്താ പോയാൽ വഴിയില്ലല്ലോ. അവിടെ കൂടെ തന്നെ ഇടയിൽ റോൾ ചെയ്തങ്ങ് പോയാൽ മതി. ഇനി വേണ്ട അമ്മാരെ അടിച്ചു. ഹെൽത്ത് നന്നായിട്ട് പോയേ. ഇനി അതും കൊണ്ട് പോയിട്ട് കാര്യമില്ല, നീ പോയി റെസ്റ്റ് എടുക്കണം. ഇനി ഞാൻ ഒരു കാര്യം പറയാം. ഇനി എസ്കേപ്പ് അല്ല, ബി ഞെക്കിട്ട് ഇൻവെന്ററി എന്നിട്ട് ആ ഈ കല്ലേൽ ക്ലിക്ക് ചെയ്യും. മേലത്തെ കല്ല് അത് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നീ ലാസ്റ്റ് ഷ്രൈൻ എവിടെയാണോ നീ അങ്ങോട്ട് പോകും. ഇവിടുന്ന് നേരെ നിന്റെ ഷ്രൈൻ നീ എവിടെയാണോ സേവ് ചെയ്തേക്കുന്നത് അങ്ങോട്ട് പോകും. ലാസ്റ്റ് ചെക്ക് പോയിന്റ് അത് ഞാൻ ഷ്രൈൻ എന്ന് പറയണേ. ഇന്ന് ഒരു ദിവസം കൊണ്ട് നീ ഗെയിം വെറുക്കും, അല്ലെങ്കിൽ നീ കളി പഠിക്കും. രണ്ടിലേതെങ്കിലും ഒന്നും പോയി. ഏറ്റവും പെട്ടെന്ന് 48 മിനിറ്റ് ഞാൻ എർലാങ്കിനെ 48. അത് ഹാർഡസ്റ്റ് ബോസ് ഉണ്ട് 48 മിനിറ്റ്. അതെന്ന് തോന്നുന്നു ഏറ്റവും കുറവ് സമയം. പക്ഷെ അതെല്ലാം എന്റെ പക്കം എല്ലാരും എന്നെ. അതെ ഞാൻ താനോസിൽ 5 മണിക്കൂർ ഇരിക്കുന്നടാ. 5 മണിക്കൂർ രണ്ടാമത്തെ ദിവസമാണോ? കുഴപ്പമില്ല. ഇവന്റെ അടി ഇവരുടെ മാക്സിമം ഇവന്മാരുടെ ഒന്നും അടി മേടിക്കരുത് ബോസ് ഫൈറ്റ് എടുക്കാൻ പോകുമ്പോ. കുഴപ്പമില്ല. നിനക്ക് കറങ്ങി വരാം. അവനെ കൂടെ കൊന്നോ. ഇവനെ കൂടെ കൊന്നിട്ട് ലെഫ്റ്റ് കയറിയാൽ മതി. ഈ ഹെൽത്ത് ഓട്ടോമാറ്റിക് കൂടുതലല്ലേ? ഇല്ല എടാ ഈ ഫസ്റ്റ് ഞാൻ ഒരു കാര്യം പറയട്ടെ നിന്റെ അടുത്ത്. ഗസ്റ്റ് ഒരു എനിക്ക് പോകുന്നതിന് മുമ്പ് വെയിറ്റ്. ആദ്യത്തെ ഹീല് ഫുൾ HP ആവും. ഫസ്റ്റ് ഹീല്
അതാണ് നീ ഇപ്പൊ ഇട്ടിരിക്കുന്നെന്ന് തോന്നുന്നു. ആ ഹീല് ഫസ്റ്റ് അതുകൊണ്ട് 1 HP ആവുമ്പോഴേ ആദ്യത്തെ ഹീൽ ഉപയോഗിക്കാവും. അവിടെ റൈറ്റ് ഇങ്ങോട്ട്. ഞാൻ അടുത്ത RDR സ്റ്റോറി മോഡ് കളിച്ച് തീർത്തിട്ട് എൽഡൻ റിംഗ് കളിക്കണം. ലോക്കല്ല സകേഷോ, ലോക്കല്ല. ഇമ്മൊബിലിസി. ആ കൊടു. മാറി ഇനി ഡോഡ്ജ്, ഫുൾ ഡോഡ്ജ്. അവനടിക്കുന്ന സമയത്ത് ആ ഡോഡ്ജ് നൈസ്. തീർന്നില്ലല്ലോ. ഇല്ല ഇനി അവന് റെസ്റ്റ് വരും. ആ സമയത്ത് കൊടു. മൂസ് മനസ്സിലാക്കണം. നൈസ്. ഇല്ല കൊടുത്തു. ഡോഡ്ജ് ചെയ്തോ. ഇനി ഡോഡ്ജ് മോഡ്. നൈസ്. ഇല്ല മാറിക്കോ. അയ്യോ ഇതാ മൂവ്മെന്റ് കറക്റ്റ് ഇതാവണല്ലേ. മാറിക്കോ. കാണാപ്പാടാ തോന്നുന്നു അവസാനം. ഇമ്മൊബിലിറ്റി ഹീൽ ചെയ്തോ. ഇല്ല കാസ്റ്റോ കിട്ടൂല. ഇമ്മൊബിലിറ്റി ഹീൽ. നൈസ് കളിയായിരുന്നു. പക്ഷെ നീ അവന്റെ മൂവ്സിന് അവന് സമയം കൊടുക്കണം. നമ്മൾ ഈ അടിക്കാൻ നിൽക്കുന്നത് പോലെ അവനും അടിക്കാൻ നിൽക്കും തിരിച്ച്. നിനക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഇമ്മൊബിലൈസ് ചെയ്ത് ഹീൽ ചെയ്യാം, അല്ലെ ഡോഡ്ജ് ചെയ്ത് ഹീൽ ചെയ്യാം. കുറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അത് അങ്ങനല്ല. എല്ലാ ബോസുകൾക്കും അവരുടെ ഫൈറ്റ് എടുക്കുമ്പോഴത്തേക്കിനും ഒരു സ്റ്റാമിന ലോസ് വരും. അവര് സ്റ്റാമിന റീഫിൽ ചെയ്യുന്ന ഒരു ടൈം ഉണ്ട്. ആ ടൈമാണ് നമുക്ക് അവന്മാരെ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ്. ഇവന്റെ ഡാമേജ്